ഹലോ ഗൈസ്, വെൽക്കം ടു എയർ ക്വസ്റ്റ്യൻ ടൈംസ്. അങ്ങനെ നമ്മുടെ നെറ്റ്ഫ്ലിക്സിൻ്റെ അവതാർ ദ ലാസ്റ്റ് എയർബെൻഡർ സീരീസ് റിലീസായി ലൈവ് ആക്ഷൻ എല്ലാവരും കണ്ടു എന്ന് ഉദ്ദേശിക്കുന്നു. സോ ടോട്ടലായിട്ട് 8 എപ്പിസോഡ്സ് ഉണ്ടായിരുന്നു. സോ ഓരോ എപ്പിസോഡിൻ്റെ ലെങ്ത് തന്നെ 1 hour അടുപ്പിച്ചുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ ലൈവ് ആക്ഷൻ സീരീസ് മൊത്തം നമുക്ക് വീഡിയോ ഡിസ്കസ് ചെയ്തേക്കാം. നിലവിലോട്ട് എടുക്കാം. സോ സീരീസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നന്നായിട്ടുണ്ടായിരുന്നു. ഒരു ഡീസൻ്റ് ആയിട്ട് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സീരീസ്. ഒരു മോശമൊന്നും പറയാൻ പറ്റില്ല, നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട്. നമ്മുടെ ആ ഒരു അനിമേറ്റഡ് സീരീസിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ അവർ ലൈവ് ആക്ഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്തിനാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞുകൂടാ. കുറച്ച് കുട്ടി മാറ്റങ്ങളാണ്. ഓക്കെ, അതേപോലെ തന്നെ ചെയ്താൽ മതി എന്നെ പറ്റി ചില മാറ്റങ്ങൾ ആക്ച്വലി ഉണ്ട്. ഈവൻ ഇത് മാത്രമല്ല, ഈ ഒരു ലൈവ് ആക്ഷൻ മൂവി ആക്ച്വലി വന്നിട്ടുണ്ടായിരുന്നു അവതാറിൻ്റെ. അത് വന്ന് ഭയങ്കര മോശമാണ്. സോ അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ സീരീസ് 100 times ബെറ്റർ എന്നേ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സീരീസിൻ്റെ പോസിറ്റീവായിട്ട് ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ എനിക്ക് സീരീസിൻ്റെ VFX ആൻഡ് ക്വാളിറ്റി ഇതെല്ലാം ഗംഭീരമായിട്ടുണ്ട്. VFXൻ്റെ കാര്യം അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ചിലയിടങ്ങളിൽ കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്, ബട്ട് എന്നാലും മാക്സിമം അവർ ആ ഒരു VFX എന്ന കാര്യം ഗംഭീരമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല സീരീസിൻ്റെ ക്വാളിറ്റി എടുത്ത് പറയണം കേട്ടോ. അതായത് നെറ്റ്ഫ്ലിക്സ് വന്ന് ഒരുപാട് പൈസയിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ക്ലിയർ ആയിട്ട് കാണുമ്പം തന്നെ അറിയാൻ പറ്റും. അതുമാത്രമല്ല ഓരോ ലൊക്കേഷൻസ് കാണിക്കുന്ന സമയത്ത്, അതായത് ഇപ്പം ആ ഒരു വാട്ടർ ട്രൈബ്സ് കാണിച്ചാലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എർത്ത് കിങ്ഡം കാണിച്ചാലോ, സോ അങ്ങനെ ഓരോ പ്ലേസും അത്രയ്ക്കും ക്വാളിറ്റി ആയിട്ടുണ്ട്. ഒരു സെറ്റൊക്കെ ഇട്ടാണ് ചെയ്തത്. അപ്പം ആ ഒരു റിയൽ പ്ലേസ് പോലെ അതുണ്ടായിരുന്നു. കാരണം അതൊക്കെ ഗംഭീരം എന്ന് പറയാൻ പറ്റും. അത് മാത്രമല്ല ആക്ഷൻ സീക്വൻസും സൂപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് ഈ ആക്ഷൻ സീക്വൻസൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതും ഈ സീരീസിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് വെച്ചാൽ ബെൻഡിങ് ആണ്. ഫയർ ബെൻഡിങ്, വാട്ടർ ബെൻഡിങ്, എർത്ത് ബെൻഡിങ്. സോ അപ്പോൾ അതൊക്കെ അവർ നന്നായിട്ട് അതിൻ്റെ VFX കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് റിയൽ ലൈഫിൽ കാണുമ്പോൾ ഉണ്ടായിരുന്നു. സോ അതൊക്കെ സൂപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫയർ ബെൻഡിങ് ഒക്കെയായിരുന്നു. ഫയർ ബെൻഡിങ് ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. അതേപോലെ തന്നെ വാട്ടർ ബെൻഡിങ് ഒക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റൊക്കെ ഒരു ഫൈറ്റൊക്കെ നടക്കും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. VFX ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഈ ഒരു സീരീസിലെ ഒരു ചെറിയൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ഡാർക്കായിട്ടുണ്ട്. നമ്മുടെ അനിമേറ്റഡ് സീരീസ് വന്ന് ഭയങ്കര ഫണ്ണായിട്ടാണ് പോകുന്നത്. ബട്ട് ആ ഒരു ഫണ്ണ് ഇതിലില്ല. ഉണ്ട് ഫണ്ണ് ചെറുതായിട്ട്, ബട്ട് വലിയ ഫണ്ണില്ല. ഇത് കുറച്ചൊരു ഡാർക്ക് ടൂണാക്കിയാണ് അവർ കൊണ്ടുപോയത്. കുറച്ച് സീരിയസ് ആയിട്ടാണ് ഇത് പ്രസൻറ്റ് ചെയ്തത് അവർ. അത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ബട്ട് കുറച്ച് ഫണ്ണ് കൊണ്ടുവന്നതിനേക്ക് കൊള്ളാൻ തോന്നിപ്പോൾ. അതായത് കുറച്ച് ഡാർക്കായിട്ടുണ്ട് സീരീസ്, ബട്ട് എന്നാലും അത് കൊള്ളാം, നന്നായിട്ടുണ്ട്. ഒരിക്കലും കുറ്റം പറയാനൊന്നും പറ്റില്ല, സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന് ഈ ഒരു സീരീസിലെ ക്യാരക്ടേഴ്സിലോട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഇതിൽ വന്ന് സീസൺ 1 ഏറ്റവും ഒരു സൂപ്പർ ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ സൂക്കയാണ്. സൂക്കയ്ക്ക് വന്ന ഒരു കിട്ടില്ല ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അവർ ഈ സീരീസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആക്ടറിൻ്റെ പെർഫോമൻസും നന്നായിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ സൂക്ക എന്ന ക്യാരക്ടറിന് സൂപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട്, ഒരു കുറവുമില്ല. സോ നമ്മുടെ ആങ്കിനെക്കാളും സൂക്കയ്ക്കാണ് ഈ സീസൺ 1 ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. സോ ആങ്കിലോട്ട് നിങ്ങൾ കിടക്കുകയാണെങ്കിൽ ആങ്കായിട്ട് അഭിനയിച്ച ആക്ടറിൻ്റെ പെർഫോമൻസ് കുറച്ച് ഡൗൺ ആയിട്ട് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം കുറ്റം പറയാൻ പറ്റില്ല, കൊച്ചു പയ്യനല്ലേ, സോ അതുകൊണ്ട് കുറ്റം പറയാനും പറ്റൂല. എന്നാൽ നമ്മുടെ അനിമേറ്റഡ് സീരീസിലോട്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ആങ്ക് വന്ന് ഇവിടെ ഭയങ്കര ഫണ്ണായിട്ട് നിൽക്കും. ബട്ട് ആ ഒരു ഫണ്ണ് ഇവിടെ ഉള്ള ആങ്കിനില്ല. ഇവിടുത്തെ ആങ്ക് വന്ന് കുറച്ച് സീരിയസ് ആയിട്ടും അതേപോലെ തന്നെ ഒരു ഇമോഷനായിട്ടുമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം അനിമേറ്റഡ് സീരീസ് പോലെ കുറച്ച് ഫണ്ണായിട്ട് കാണിച്ചു കൊള്ളാമെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ വന്ന് മറ്റേ സോക്ക എന്ന ക്യാരക്ടർ. സോ ആ ഒരു ക്യാരക്ടർ എനിക്കെന്തോ സെറ്റാവാത്ത പോലെയാണ് തോന്നിയത്. അതായത് ഇപ്പോൾ അനിമേറ്റഡ് സീരീസിൽ സോക്ക വന്ന് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ബട്ട് ആ ഒരു ഫണ്ണൊന്നും ഇവിടെയുള്ള സോക്കയ്ക്കില്ല. കുറച്ച് സീരിയസ് ആയിട്ടാണ് സോക്ക ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ കട്ടാര. സോ കട്ടാര വന്ന് എനിക്കെന്തോ സെറ്റാവാത്ത പോലെയാണ് തോന്നിയത്. അതായത് ആക്ട്രസിൻ്റെ പെർഫോമൻസും അത്ര നന്നായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സീരിയൽ പെർഫോമൻസ് പോലെയാണ് എനിക്ക് തോന്നിയത്. സോ അപ്പം അനിമേറ്റഡ് സീരീസിലുള്ള പോലെ ഒരു കട്ടാരയല്ല നമ്മൾ കണ്ടത്. ചെറുതായിട്ട് ആ ഫെമിനിസമൊക്കെ കുത്തിക്കയറ്റിയത് പോലെയാണ് എനിക്ക് തോന്നിയത്. സോ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസൊക്കെ കൊള്ളായിരുന്നു. പ്രത്യേകിച്ച് സൂക്കയുടെ പെർഫോമൻസ് കൊള്ളായിരുന്നു. പിന്നെ അങ്കിൾ ഐറോയും കൊള്ളായിരുന്നു. പിന്നെ മറ്റേ അസൂല എന്നൊരു ക്യാരക്ടറുണ്ട്. സോ ആ ക്യാരക്ടർ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. നല്ലൊരു എന്താ പറയുക, ഒരു ഹൈപ്പ് ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു ഈവിൽ ക്യാരക്ടറാണ് അത്. പിന്നെ നമ്മുടെ ഫയർ ലോഡ്. സോ ഫയർ ലോഡിനെയും സൂപ്പറായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ വേറെ ലെവലായിട്ടുണ്ടായിരുന്നു. പിന്നെ സീരീസിൻ്റെ നെഗറ്റീവ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ അനിമേറ്റഡ് സീരീസിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ചില കാര്യങ്ങളൊക്കെ അവർ കുറച്ച് റഷ് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് കാണിക്കാൻ വേണ്ടി. സീസൺ 1 ഉള്ളിൽ അവർ എങ്ങനെയൊക്കെയോ അതൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. നിറയെ സ്റ്റോറീസൊക്കെ അവർ കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ആക്ടേഴ്സിൻ്റെ ചില ആൾക്കാരെ പെർഫോമൻസ് ഒന്നും
കുറച്ച് ഡൗൺ ആയതുപോലെ എനിക്ക് തോന്നിപ്പോയി. അതുമാത്രമല്ല അനിമേറ്റഡ് സീരീസിന് മാറ്റങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള കുട്ടി കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. ബട്ട് എന്നാലും ആൾ റൗണ്ട് ഈ ഒരു സീരീസ് കൊള്ളാൻ നന്നായിട്ടാണ് ഉള്ളത്. മാക്സിമം അവർ അനിമേറ്റഡ് സീരീസിൻ്റെ അടുത്ത് നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം വലിയ കുറവൊന്നും പറയാൻ എനിക്ക് തോന്നിയില്ല. സോ ഒരു ഡീസൻറ്റ് സീരീസാണ്. സോ ഓൾറെഡി സീരീസ് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യം പറ്റാൻ കാണിക്കുക, മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ ഒറ്റയ്ക്ക് ഗൈസ്.